പ്രൊഫസർ ജോസൂട്ടി, ഇവിടെ ഇതാ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം ഉണ്ടാകുന്നത്. അതാകട്ടെ ഈ അരുണാചൽ പ്രദേശിലെ ഭൂപ്രദേശങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അത് നേരത്തെയും ചെയ്തതാണ്. ഏതാണ്ട് 30 ഭൂപ്രദേശങ്ങളുടെ പേര് 2024 അടക്കം ചൈന ഇത്തരത്തിൽ മാറ്റിയതാണ്. ഇപ്പോൾ തന്നെ ഇത് വീണ്ടും ചൈന പുറത്തു കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയുള്ള ഒരു നീക്കം എന്ന് തന്നെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്? ശരിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ശത്രുതാപരമായിട്ടുള്ള ബന്ധമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ഏറ്റവും അധികം സഹായിച്ച രാജ്യമാണ് ചൈന. ആ സംഘർഷം ഒന്ന് ലഘൂകരിച്ച് വരുമ്പോൾ അരുണാചൽ പ്രദേശിനെ അവർ വിളിക്കുന്നത് സാങ് നാൻ എന്നാണ്. അതിൽ ഏകദേശം 27ഓളം സ്ഥലങ്ങൾ പുതിയതായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ 10-15 മലനിരകൾ, കുറേ നദികൾ, അതുപോലെ കുറേ തടാകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രദേശങ്ങളാണ് അവൻ അതിനൊരു ചൈനീസ് പേര് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റൊരു രാജ്യത്തിൻ്റെ സ്ഥലങ്ങളെ നമ്മുടെ ഭാഷയിലുള്ള പേര് വിളിച്ചതുകൊണ്ട് അത് നമ്മുടെ സ്ഥലമായി മാറില്ല. എന്നാൽ അങ്ങനെ ഒരു സൂചന നൽകുമ്പോൾ, അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിരുമ്പോൾ അതിൽ വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഈ പ്രദേശം ഞങ്ങളുടേതാണ്, അതിനെ ഞങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിനെ ചൈന വിളിക്കുന്നത് ടിബറ്റ് എന്നാണ്, സദേൺ ടിബറ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ടിബറ്റിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് അതിൻ്റെ ഒരു ടിബറ്റൻ ജനതയുടെ ഒരു രണ്ടാം ആത്മീയ കേന്ദ്രമായി മാറുമ്പോൾ അവിടുത്തെ തവാങ് മൊണാസ്ട്രിയാണ് യഥാർത്ഥത്തിൽ ചൈനയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. തവാങ് മൊണാസ്ട്രി എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെ ടിബറ്റ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ്. നമ്മുടെ ദലൈലാമയൊക്കെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചപ്പോൾ അതുവഴിയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമീപനം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്തുക, ഇന്ത്യയിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഇതെല്ലാ കാലത്തും ചൈന പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു ചില സമയങ്ങളിൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ യഥാർത്ഥ വിസ അതിൽ പതിച്ചു നൽകാതെ ഒരു സ്റ്റേപ്പിൾഡ് വിസ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ വെച്ച് അടിച്ച് വിസ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അരുണാചൽ പ്രദേശിൽ നിന്നുള്ളവരും ഒരു സമയത്ത് കാശ്മീരിൽ നിന്നുള്ളവരെയൊന്നും ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നില്ല എന്നുള്ളതിൻ്റെതായിട്ടുള്ളൊരു സൂചന. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന ഇന്ത്യയുമായി ഒരു നല്ല ബന്ധം, ഒരു നല്ല അയൽപക്ക ബന്ധം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതൊന്ന് നോർമലൈസ് ചെയ്യപ്പെടുന്നു വരുമ്പോൾ പെട്ടെന്ന് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ആകെ ഒരു സങ്കീർണത, ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ നമ്മൾ 2020 ഗാൽവാൻ കുന്നുകളിലെ പ്രശ്നങ്ങൾക്ക് ശേഷം രണ്ടു കൂട്ടരും അവരുടെ സൈന്യത്തെ സംഘർഷിത മലമേഖലകളിൽ നിന്ന് പിൻവലിച്ച് ബന്ധം സാധാരണ നിലയിലാക്കുവാൻ ശ്രമിച്ചു. അതുപോലെ മൗണ്ട് കൈലാസിലേക്കും മാനസരോവറിലേക്കുമൊക്കെയുള്ള തീർത്ഥാടനങ്ങളും അതുവഴിയുള്ള മറ്റ് സഞ്ചാര കാര്യങ്ങളുമൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കുവാൻ ശ്രമിച്ച സമയത്താണ് എവിടെ നിന്നോ വളരെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു ഇത്തരം നീക്കം നടത്തുന്നത്. അയൽപക്ക ബന്ധത്തിന് ഒട്ടും നല്ലതല്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ യുദ്ധത്തിൽ ചൈനയ്ക്ക് ഒരു ചെറിയ നാണക്കേടുണ്ട്. കാരണം ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചത് ഫലപ്രദമായി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവ പരാജയപ്പെട്ടു എന്നുള്ള വാദം പലരും ഉന്നയിച്ചതുപോലെ നിലനിൽക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഒരു ബ്രീഫിംഗ് ഇന്ത്യ മിക്കവാറുമുള്ള രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതികളെ വിളിച്ച് ഡൽഹിയിൽ നടത്തിയിരുന്നു. അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ചൈനയും ടർക്കിയും. അതിന് നമ്മുടെ മന്ത്രാലയം പറഞ്ഞ കാരണം ഈ 2 രാജ്യങ്ങളും ഇന്ത്യയോട് ശത്രുതാപരമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ അവരോട് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വിശദീകരിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവരതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സമീപനം കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ
മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ സംഘർഷം ലഘൂകരിച്ചു വരുന്ന ഘട്ടത്തിൽ വേറൊരു യുദ്ധമുഖം തുറക്കുന്നത് പോലെ, അതൊരു വാക്പോരിന്റെ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ കൂടി അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് നമ്മളുമായൊരു നല്ല അയൽപക്ക ബന്ധം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന ഒരു സ്വഭാവമായി നമുക്ക് കാണുവാൻ കഴിയില്ല. അത് ചൈനയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വീഴ്ചയാണ്. അതൊരു സ്വാഭാവിക വീഴ്ചയല്ല, അത് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് എന്ന് വേണം കരുതുവാൻ. അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് വരുന്നത്? യുദ്ധസമയത്ത് അവർ കുറെയെല്ലാം നിഷ്പക്ഷ നിലപാടെടുത്തു എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ പാകിസ്ഥാന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ആയുധങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുകയും മറ്റ് ഭൗതിക ധാർമ്മിക പിന്തുണ പലയിടത്ത് ഉറപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ആ തരത്തിൽ നോക്കുമ്പോൾ ചൈനയുടെ ഈ സമീപനം ഒട്ടും നല്ല അയൽപക്ക ബന്ധത്തിന് ഒരു വലിയ ശക്തി എന്നുള്ളതിൽ ചൈന നമുക്കറിയാം ഒരു സാമ്പത്തികമായും സൈനികമായൊക്കെ ശേഷിയുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ വ്യാപാരമുള്ള രാജ്യമാണ്. അതൊരു ഉത്തരവാദിത്തമുള്ള രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു സമീപനമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ ഇതാ ഈ സൂചിപ്പിച്ചതുപോലെ ചൈന എല്ലാ കാലവും പറയുന്നത് അത് തിബറ്റിൻ പ്രവിശ്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളുമായി പോകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ അവർ അവകാശപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏറ്റവും അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ചെക്ക് പോസ്റ്റ് എന്നത് കിബുദു ആണല്ലോ. അവിടെയാണ് പേമഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭാ യോഗം തന്നെ നടന്നത്. അതിനപ്പുറത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ത്യ അവകാശപ്പെടുന്ന ഭൂമിയിൽ ലാസ്റ്റ് അവസാന ചെക്ക് പോസ്റ്റിൽ ഇന്ത്യയുടെ ആ പ്രദേശത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നു. അതെല്ലാം ഒരു പരിധിവരെയെങ്കിലും പാകിസ്ഥാനെ വലിയ തോതിൽ അന്ന് ചൊടിപ്പിക്കുകയും ചെയ്തതാണ്. ഈ പറയുന്നത് പോലെ ഇന്ത്യ നൽകിയൊരു മറുപടി ഉണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും പേരിട്ട് വിളിച്ചാൽ ആ പേരിന് നിങ്ങൾ പറയുന്ന പ്രദേശം നിങ്ങളുടേതായി മാറില്ല. അതാണ് ഇന്ത്യ നൽകുന്ന മറുപടി. എന്തിനീ അസംബന്ധത്തിന് മുതിരണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ അവിഭാജ്യകരമായ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് ഒരു സൈനിക തലത്തിൽ അടക്കമുള്ള സർവീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും അഭിലാഷ്, ഇന്ത്യക്ക് വാസ്തവം പറഞ്ഞാൽ ചൈനയായിട്ട് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ടിബറ്റായിരുന്നു ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയ്ക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രം. അപ്പോൾ അതൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് അന്നുണ്ടായത്. ഒരു ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റുമായിട്ടുള്ള ഒരു ബൗണ്ടറി തിരിക്കൽ നടക്കുന്നത് 1914 സിംല കൺവെൻഷനിലാണ്. അതിലാണ് ഈ നമ്മളെല്ലാവരും 62 മുതൽ കേൾക്കുന്ന മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ലൈനിനെ പറ്റി അറിയുന്നത്. അതാണ് ടിബറ്റ് ചൈന കൈയടക്കുന്നതിന് മുമ്പ് ടിബറ്റും ഇന്ത്യയും തമ്മിലുള്ള ലൈൻ. ഇതിൽ ചൈന ഉണ്ടായിരുന്നെങ്കിലും അവരത് സൈൻ ചെയ്തിട്ടില്ല. അവരൊരിക്കലും സ്വീകരിക്കാത്ത ലൈനാണ്, ബൗണ്ടറിയാണ് മക്മോഹൻ ലൈൻ. മക്മോഹൻ ലൈൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന നമ്മുടെ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവുകയായിരുന്നില്ല.